Assalamualaikum warahmatullahi taala wabarakatuh. Assalatu wassalamu ala ashrafി റസൂലില്ലാ വഅല ആലി വസ്സബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ മുത്തുനബിയുടെ വിനയവിസ്മയം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, സൃഷ്ടികളിലെ ഏറ്റവും വലിയ വിനയവിസ്മയമായിരുന്നു മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ പോലും ആ പുണ്യപ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ വിനയം പ്രകടമാക്കുന്ന ഏതാനും ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല വേളകളിലും മുത്തുനബിയുടെ കാലിൽ നീര് കെട്ടി വീർക്കുമ്പോഴും യാത്ര നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാവങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ട് പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെടൽ എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫലാ അകൂന ശകൂർ എന്ന, ഞാൻ നന്ദിയുള്ള അടിമയാവേണ്ടയോ ആയിഷ എന്നായിരുന്നു. തീർന്നില്ല. ബദറിലേക്കുള്ള യാത്രവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു 3 പേർക്കുമായുള്ള ഏകാശ്രയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു, മർസദ് റളിയല്ലാഹു അൻഹു മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം. തൻ്റെ ഊയമെത്തിയപ്പോൾ ഇരു സ്വഹാബികളും പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഊയത്തിലും അങ്ങ് ഒട്ടകപ്പുറത്തേറുക, അതാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ വിനയത്തിന്റെ സ്വരൂപമായ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്. മാത്രമല്ല നിങ്ങളെപ്പോലെ ഞാനും റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രമേൽ ലോകം കീഴടക്കാൻ പോലും പുണ്യമുള്ള ഈ പ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.